സംഭൽ സന്ദർശിക്കാനുള്ള പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നീക്കം ഉത്തർപ്രദേശ് പോലീസ് തടഞ്ഞു. ഗാസിപൂർ അതിർത്തിയിൽ വലിയ പോലീസ് സന്നാഹമൊരുക്കിയാണ് രാഹുലിനെയും പ്രിയങ്കയെയും തടഞ്ഞത്. ഒറ്റയ്ക്ക് സംഭലിലേക്ക് പോകാമെന്ന രാഹുലിന്റെ ആവശ്യവും പോലീസ് അംഗീകരിച്ചില്ല. പ്രതിപക്ഷ നേതാവിന്റെ അവകാശം ലംഘിച്ചെന്ന് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു. 2 മണിക്കൂർ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിലാണ് രാഹുൽ ഗാന്ധിയും സംഘവും ഡൽഹിയിലേക്ക് മടങ്ങിയത്. संभल जाने की कोशिश कर रहे हैं, पुलिस मना कर रही है, अलाउ नहीं कर रही है. एज एलओपी मेरा अधिकार बनता है कि मैं जा सकता हूं, मगर तब भी वो मुझे रोक रहे हैं. मैंने कहा है कि मैं अकेला जाने को तैयार हूं, पुलिस के साथ जाने को तैयार हूं, मगर उन्होंने वो भी बात एक्सेप्ट नहीं की और अब कह रहे हैं कि कुछ दिनों में अगर हम वापस आएंगे तो फिर वो हमें जाने देंगे. ये एक्चुअली जो एलओपी के अधिकार हैं उसके खिलाफ है, ये कॉन्स्टिट्यूशन के खिलाफ है. हम सिर्फ संभल जाना चाहते हैं, देखना चाहते हैं वहाँ क्या हुआ, लोगों से मिलना चाहते हैं, मगर हमारा जो कॉन्स्टिट्यूशनल अधिकार है, मेरा जो कॉन्स्टिट्यूशनल अधिकार है. വിവരങ്ങൾ നൽകാൻ തൗഫീഖ് അസ്ലവും ഡി ധനസുബോധും ചേരുന്നുണ്ട്. തൗഫീഖ്, അങ്ങേയറ്റം നാടകീയ രംഗങ്ങളാണോ ഇന്ന് ഉണ്ടായത്? എന്തു പറഞ്ഞു രാഹുൽ ഗാന്ധി? രേഷ്മ 11 മണിയോടുകൂടിയാണ് രാഹുൽ ഗാന്ധി ഗാസിപൂർ അതിർത്തിയിലെത്തിയത്. രാഹുൽ ഗാന്ധി എത്തിയ ഉടൻ തന്നെ യു പി പോലീസ് രാഹുൽ ഗാന്ധിയെയും സംഘത്തെയും തടയുകയായിരുന്നു. പ്രിയങ്ക ഗാന്ധിയും കെ സി വേണുഗോപാലും ഈ മൂവരും ഒരുമിച്ചായിരുന്നു വാഹനത്തിലുണ്ടായത്. നിരോധനാജ്ഞ നിലനിൽക്കുന്നതിനാൽ രാഹുൽ ഗാന്ധിക്ക് ഈ ബാരിക്കേഡുകൾ മറികടന്ന് പോകാൻ സാധിക്കില്ല എന്ന് യു പി പോലീസ് രാഹുലിനെ അറിയിക്കുകയായിരുന്നു. എന്നാൽ ഉടൻ തന്നെ കോൺഗ്രസ് അംഗം ഒരു ഉപാധി യു പി പോലീസിന് മുന്നിൽ വെക്കുകയുണ്ടായി. 5 ആളുകളെയെങ്കിലും സംഭൽ സന്ദർശിക്കാൻ അനുവദിക്കണമെന്നായിരുന്നു യു പി പോലീസിനോട് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത്. എന്നാൽ അത് അനുവദിക്കില്ല എന്ന് കൂടി യു പി പോലീസ് ഉടൻ തന്നെ നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് 3-4 വട്ടം പോലീസുമായിട്ട് ചർച്ചകൾ നടത്തിയിരുന്നു. ഈ ചർച്ചകളിലൊന്നും ഒരു തീരുമാനമായില്ല. കോൺഗ്രസിന് അനുകൂലമായിട്ടൊരു വാക്കുപോലും യു പി പോലീസിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായതുമില്ല. ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് സംഭൽ പോയി സന്ദർശിച്ച് മടങ്ങി വരാമെന്ന് പോലീസിനെ അറിയിക്കുകയുണ്ടായി. SP ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ യു പി പോലീസ് രാഹുൽ ഗാന്ധി അനുവദിച്ചിരുന്നില്ല. നിരോധനാജ്ഞ നിലനിൽക്കുന്നുണ്ട്. ഈ മാസം 10 വരെയാണ് നിരോധനാജ്ഞയുള്ളത്. എന്നാൽ അതുവരെ ആർക്കും സംഭലിലേക്ക്, പുറത്തുനിന്ന് ആർക്കും സംഭലിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന് രാഹുൽ ഗാന്ധിയെയും സംഘത്തെയും യു പി പോലീസ് അറിയിക്കുകയായിരുന്നു. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ ഉയർന്നിരുന്നു. രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് ഉത്തർപ്രദേശിലെ നിരവധി പ്രവർത്തകർ രാവിലെ തന്നെ ഈ ഗാസിപൂർ അതിർത്തിയിൽ എത്തിയിരുന്നു. 1000-ലധികം പോലീസിനെ പ്രദേശത്ത് വിന്യസിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ യാത്ര തടയാനായിട്ട് പോലീസ് തയ്യാറെടുത്തത്. രാഹുൽ സംഭലിലേക്ക് പോകാൻ സാധ്യതയുള്ള എല്ലാ വഴികളിലും പോലീസ് ബാരിക്കേഡ് വെച്ച് നിരത്തിയിരുന്നു. നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെയും വിവിധ പ്രദേശങ്ങളിൽ വിന്യസിക്കുകയും ചെയ്തിരുന്നു. ഈ മീററ്റ് ഹൈവേയിൽ കൂടിയാണ് രാഹുൽ ഗാന്ധി സംഭലിലേക്ക് പോകാനായിട്ട് കോൺഗ്രസ് സംഘത്തോടൊപ്പം എത്തിയ ഉടൻ തന്നെ പോലീസ് രാഹുൽ ഗാന്ധിയെ തടയുകയായിരുന്നു. രാഹുൽ ഗാന്ധിക്ക് ഒറ്റക്കെങ്കിലും സംഭൽ സന്ദർശിക്കാനുള്ള ഒരു അനുവാദം നൽകണമെന്ന് യു പി പോലീസിനോട് പലതവണ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഒരു തരി പോലും അവർ അതിനോട് വഴങ്ങിയിരുന്നില്ല. രാഹുൽ ഗാന്ധി മടങ്ങിപ്പോകണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു പോലീസ്. 2.5 മണിക്കൂറോളമാണ് രാഹുൽ ഗാന്ധി ഈ ഗാസിപൂർ അതിർത്തിയിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പോലീസിന്റെ അനുവാദത്തിനായി കാത്തുനിന്നത്. എന്നാൽ പോലീസ് അതിന് അനുവാദം നൽകിയിരുന്നില്ല. ഈ ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ നടപടികളിലേക്ക് കടക്കേണ്ടി വരുമെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തിരുന്നു. തുടർന്നായിരുന്നു രാഹുൽ ഗാന്ധിയും സംഘവും തിരികെ ഡൽഹിയിലേക്ക് മടങ്ങാനായിട്ട് തീരുമാനിച്ചിരുന്നത്. 12:30യോടുകൂടി സംഭലിലെത്തുകയും സംഭലിലെ ഇരകളെയും സംഘർഷബാധിത മേഖലകളും സന്ദർശിച്ചതിന് ശേഷം 1:30യോടുകൂടി ഡൽഹിയിലേക്ക് മടങ്ങാനായിരുന്നു രാഹുൽ ഗാന്ധി നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അത് പോലീസ് പൂർണ്ണമായും തടസ്സപ്പെടുകയായിരുന്നു. ഇന്നലെ രാത്രിയാണ് രാഹുൽ ഗാന്ധിയുടെ യാത്രയുടെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വന്നത്. 12:30യോടുകൂടി സംഭലിലെത്തി 1:30ക്ക് തിരികെ വരാമെന്നായിരുന്നു രാഹുൽ ഗാന്ധി നിശ്ചയിച്ചിരുന്നത്. ഇതിന് പിന്നാലെ യു പി പോലീസ് രാഹുൽ ഗാന്ധിയുടെ യാത്ര തടയുമെന്നുള്ള നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തു. സംഭൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരുന്നു രാഹുൽ ഗാന്ധിയുടെ യാത്ര തടയണമെന്ന് ആവശ്യപ്പെട്ട നിർദ്ദേശം പുറത്തിറക്കിയത്. അതിർത്തി പ്രദേശങ്ങളിലെല്ലാം കർശനമായിട്ടുള്ള സുരക്ഷ ഒരുക്കണമെന്നുള്ള നിർദ്ദേശവും കൂടി സംഭൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അയൽ ജില്ലകൾക്ക് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ്, അദ്ദേഹത്തിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധിയെ ഈ ഗാസിപൂർ അതിർത്തിയിൽ വൻ പോലീസ് സന്നാഹം തടയുകയും രാഹുൽ ഗാന്ധിക്ക് തിരികെ പോകേണ്ടി വരികയും ചെയ്തത്. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ഈ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ആവശ്യം പോലീസ് ചർച്ച ചെയ്തിരുന്നു. എന്നാൽ ഒരു കാരണവശാലും അദ്ദേഹത്തെ കടത്തിവിടേണ്ട എന്നുള്ള നിർദ്ദേശം യു പി സർക്കാർ നൽകുകയും
നടത്തുകയും തുടർന്ന് രാഹുൽ ഗാന്ധിക്ക് മടങ്ങിപ്പോകേണ്ടിയുമാണ് വന്നത്. തിരികെ വരുമെന്നുള്ളൊരു കാര്യം രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഡൽഹിയിലേക്ക് പോയത് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ അദ്ദേഹം മണിപ്പൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമായി BJP രംഗത്തെത്തിയിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിക്ക് വലിയ സ്വീകാര്യത മണിപ്പൂരിൽ ഉൾപ്പെടെ ലഭിച്ചിരുന്നു. അതിന് സമാനമായി സമ്പലിൽ രാഹുൽ ഗാന്ധിക്ക് സ്വീകാര്യത ലഭിക്കുകയാണെങ്കിൽ അത് BJP സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ക്ഷീണമുണ്ടാകും. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ഒരു വിധത്തിലും അങ്ങോട്ട് കടത്തിവിടരുത് എന്നൊരു നിർദ്ദേശത്തിലേക്ക് ആ സർക്കാർ എത്തുകയായിരുന്നു. പലതവണ ചർച്ചകൾ നടത്തി. എന്നാൽ ഒരു വിധത്തിലും യു പി പോലീസ് കോൺഗ്രസ് സംഘത്തിന്റെ നിർദ്ദേശത്തോട് അനുകൂലമായിട്ടുള്ള ആ സമീപനം എടുത്തിരുന്നില്ല. തുടർന്നാണ് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഇപ്പോൾ ഡൽഹിയിലേക്ക് തിരികെ പോകേണ്ടി വന്നത്. മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിപ്പോയത്. ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി സംസാരിച്ചത്. തന്റെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന ശ്രമമാണ് യു പി പോലീസിന്റെയും സർക്കാരിന്റെയും ഭാഗത്ത് നിന്നുകൊണ്ട് ഉണ്ടായിരുന്നത്. 2.5 മണിക്കൂറിലധികമാണ് താനും തന്റെ സംഘവും പോലീസിന്റെ അനുവാദം കാത്തിവിടെ ഈ ഹൈവേയിൽ കുടുങ്ങിക്കിടന്നത്. ഇതിന് ആരാണ് മറുപടി പറയുക? പോലീസ് എന്തിനാണ് തന്നെ തടയുക? താൻ പ്രതിപക്ഷ നേതാവാണ്. ആ സംഭവ സ്ഥലം സന്ദർശിച്ച് അവിടെയുള്ള ആളുകളെ ആശ്വസിപ്പിക്കാനായിട്ടാണ് താൻ അങ്ങോട്ടുള്ള യാത്ര നിശ്ചയിച്ചത്. അല്ലാതെ അവിടെ പോയി ഒരു പ്രശ്നം സൃഷ്ടിക്കുകയല്ലായിരുന്നു തന്റെ ലക്ഷ്യം. എന്നിട്ട് പോലും യു പി പോലീസ് തന്റെ യാത്ര തടയുന്ന ഒരു സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായത്. അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകും. സഭയിൽ ഉൾപ്പെടെ തനിക്ക് നേരിടേണ്ടി വന്ന അനുഭവം സഭയിൽ ഉൾപ്പെടെ പറയുമെന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ മടങ്ങിയിരിക്കുന്നത്. മറ്റൊരു ദിവസം മടങ്ങി വരും, അല്ലെങ്കിൽ മറ്റൊരു ദിവസം സമ്പൽ സന്ദർശിക്കുമെന്ന് രാഹുൽ ഗാന്ധി അറിയിച്ചിട്ടുണ്ട്. 10-ാം തീയതി വരെയാണ് നിരോധനാജ്ഞ ഉള്ളത്. ആ നിരോധനാജ്ഞ കഴിഞ്ഞതിന് ശേഷം രാഹുൽ ഗാന്ധി ഒരുപക്ഷെ വീണ്ടും സമ്പലിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സമ്പലിലേക്ക് പോകുമെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അറിയിച്ചിരിക്കുന്നത്. ശരി, തൗഫീഖ്, ധനസുമോദ് കൂടി ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. ധനസുമോദ്, നിരപരാധികളായ കുറച്ച് മനുഷ്യർ വെടിയേറ്റ് മരിച്ചിട്ട് ദിവസങ്ങളായി. ഇന്റർനെറ്റ് സേവനം ഇല്ലാത്തതുകൊണ്ട് അവിടെ എന്ത് നടക്കുന്നുവെന്ന് അറിയാൻ കഴിയുന്നില്ല. ഉപാധികളടക്കം വെച്ച് പ്രതിപക്ഷ നേതാവ് അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടും പോകേണ്ട എന്ന നിർബന്ധ ബുദ്ധിക്ക് പിന്നിൽ എന്താണ്? ഇത് അക്ഷരാർത്ഥത്തിൽ BJP നേതാക്കന്മാർ ഒരു കൃത്യമായ ഒരു കെണിയാണ് കോൺഗ്രസിന് മുന്നിൽ ഒരുക്കിയത്. അതായത് ഈ തടയുന്നത് പോലീസാണ്, ക്രമസമാധാനം പാലിക്കേണ്ടത് പോലീസാണ്. അതുകൊണ്ട് തങ്ങൾക്ക് ഇതിനകത്ത് ഒരു പങ്കുമില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ സംഘർഷം ഉണ്ടായാൽ തന്നെ അത് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കന്മാരും ഇപ്പുറത്ത് പോലീസും തമ്മിലുള്ള സംഘർഷം എന്ന രീതിയിൽ വരുത്തി തീർക്കാനായിരുന്നു ശ്രമിച്ചിരുന്നത്. പക്ഷേ അതിനെ വളരെ ബുദ്ധിപൂർവ്വം മറികടക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തത്. കാര്യം നിയമവാഴ്ച അംഗീകരിച്ചുകൊണ്ട് തന്നെ 4 പേരായി തങ്ങൾ പോകാൻ തയ്യാറാണ് എന്നുള്ളൊരു കാര്യം അറിയിച്ചു. KC വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള 4 നേതാക്കന്മാർ മാത്രം തങ്ങൾ പോകാൻ തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിച്ചിരുന്നു. ഇക്കാര്യം SP ഉടൻ തന്നെ DGPയോട് അറിയിച്ചു. DGP ഇത്തരത്തിലുള്ള ഒരു അനുമതി നൽകാനാവില്ല എന്നുള്ള നിലപാട് അറിയിച്ചു. അടുത്തൊരു ഉപാധി രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുകയാണ്. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ താൻ ഒറ്റയ്ക്ക് പോകാൻ തയ്യാറാണ്. അതും UP പോലീസ് ഒരുക്കുന്ന ആ വാഹനത്തിൽ തന്നെ താൻ പോകാൻ തയ്യാറാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അതും ഇതിനകം തന്നെ ആശയവിനിമയം ചെയ്തു. അതിനുശേഷം അവർ പറയുന്നു ഒരു കാരണവശാലും പോകാൻ കഴിയില്ലെന്ന്. ഇതോടുകൂടി യുപിയിലെ ഭരണകൂടത്തെയും BJPയെയും തുറന്നു കാട്ടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഭരണഘടനാ അവകാശങ്ങൾ, അതുകൊണ്ട് തന്നെയാണ് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. ഭരണഘടന ഉറപ്പു തരുന്ന ഒരു അവകാശമാണ്. ക്യാബിനറ്റ് റാങ്കാണ് രാജ്യത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവിനുണ്ട് ഉള്ളത്. നേരത്തെ ഒരു പ്രതിപക്ഷ നേതാവ് എന്നൊരു പദവി പോലും ഇല്ലായിരുന്നൊരു കോൺഗ്രസ് ആണ് ഇപ്പോൾ 99 സീറ്റ് ഉണ്ടായി. ആ ഒരു പദവി ഉപയോഗിച്ച് തന്നെ പോകണം എന്ന് പറയുമ്പോൾ, അവിടെ നിഷേധിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള ജനാധിപത്യ അടിസ്ഥാന അവകാശങ്ങളെ UP ചവിട്ടിപ്പതിക്കുകയാണ് എന്ന ഒരു കാര്യം പുറം ലോകത്തോട് വിളിച്ചു പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മാത്രമല്ല മറ്റൊരു കാര്യം കൂടി ഇത് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്, കഴിഞ്ഞ സഭയിൽ, രാജ്യസഭയിലായാലും ലോക്സഭയിലായാലും കോൺഗ്രസ് നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരുന്നത് അദാനിയുടെ പ്രശ്നം ചർച്ച ചെയ്യുന്നതാണ്. അവിടെ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.